myself Akshay. ഇവിടെ ഞാനൊരു സീരീസാണ് പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ബോക്സിംഗ് പഠിക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ട്, ഒരു സെൻറ്ററിൽ പോയി പഠിക്കാൻ കഴിയാത്തവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സീരീസ് ആരംഭിക്കുന്നത്. എപ്പോഴും നമ്മൾ ഓൺലൈൻ പഠിക്കുന്നതിനേക്കാൾ ബെറ്റർ ഒരു കോച്ചിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ മൂവ്മെൻറ്റ് അയാൾ മോണിറ്റർ ചെയ്ത് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. പക്ഷെ അതിന് വയ്യ, അല്ലെങ്കിൽ അതിനുള്ള എമൗണ്ട് ഇല്ല. അങ്ങനെ വരുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സീരീസ്. ഫസ്റ്റ് തിങ്, നമുക്ക് ഏത് സ്റ്റൈൽ ഫോളോ ചെയ്യണം. ഇപ്പോൾ ബോക്സിങ് തന്നെ നിങ്ങളിപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്റ്റൈൽ അവർ ഫൈറ്റ് ചെയ്യാറുണ്ട്. രാജ്യത്തിൽ ഓരോ ബോക്സിങ്ങിനും അതിൻ്റെതായ ഡിഫറൻസുകളുണ്ട്. അവർ മൂവ്മെൻറ്റ്സിൽ ലെഗ് മൂവ്മെൻറ്റ്സിന് കൂടുതൽ പ്രാധാന്യം, അതേപോലെ ഗാർഡിന് പ്രാധാന്യം കൊടുക്കുക, പഞ്ചിന് പവർ കൂടുതൽ കൊടുക്കുക, അങ്ങനെ ചെറിയ ചെറിയ ഡിഫറൻസുകൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം ഒരാൾ പറയുന്നത്, നിങ്ങൾക്ക് ഇവിടെ ഞാൻ ആദ്യം തരുന്നൊരു ചെറിയൊരു ഗൈഡ്. ഇപ്പം നിങ്ങളൊരു സെൻറ്ററിൽ പോയി ആ സെൻറ്ററിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന കോച്ച് ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടാവും. അയാൾ പറയുന്ന സെയിം കാര്യം തന്നെ ആയിരിക്കില്ല മറ്റൊരാൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. കാരണം അയാളുടെ എക്സ്പീരിയൻസിൽ ഇതിൻ്റെ എല്ലാം ഒരു കൺവേർഷനാണ്. ഒരു അയാൾക്ക് എന്ത് ബെറ്ററായി തോന്നി അതായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വേറൊരു സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അയാൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ബെറ്ററായി തോന്നി എന്നുള്ളതായിരിക്കും പറഞ്ഞു തരുന്നത്. പക്ഷെ കോമൺ ആയിട്ട് ഇതിൽ വരുന്ന കുറച്ച് ബേസിക് മൂവ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം സെയിം ആയിരിക്കും. നമുക്കൊരു എനിമീനെ എങ്ങനെ ഒരു റിങ്ങിൽ എങ്ങനെ അഡ്വാൻറ്റേജ് എടുക്കാം, അത് അയാളുടെ എക്സ്പീരിയൻസിൽ നിന്ന് വരുന്നതാണ്. ശരി, നമുക്ക് തോന്നാം. ഫസ്റ്റ് റൂൾ, എങ്ങനെ നമുക്ക് നിൽക്കാം. ഷോൾഡർ ഡിസ്റ്റൻസ് നമ്മൾ നീക്കും. ഈ ഡിസ്റ്റൻസിനെ നമ്മളൊന്ന് എന്ത് ചെയ്യുന്നു, ചരിക്കുന്നു. ഇതിൽ എൻ്റെ ടോ സ്ട്രെയിറ്റും അല്ല, എന്നാൽ 90 ഡിഗ്രി എനിക്ക് പാരലലും അല്ല. ഒരു 45 ഡിഗ്രിയിൽ ഇൻവേർഡ് ഞാൻ ടേൺ ചെയ്യും. ഇതിൽ എൻ്റെ എനിമി എന്ന് പറയുന്നത് എൻ്റെ ലെഫ്റ്റ് ഷോൾഡറിൻ്റെ സൈഡിലാണ്. എൻ്റെ എനിമി എന്ന് പറയുന്നത് എൻ്റെ ലെഫ്റ്റ് ഷോൾഡർ സൈഡിലാണ്. ഇതാണ് സ്റ്റാൻഡിങ് പൊസിഷൻ. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ സ്റ്റാൻഡിങ് പൊസിഷനിൽ 45 ഡിഗ്രിയിൽ വൈഡ് ആക്കി വെക്കുന്നു. ഇനി ഇതിൽ നിങ്ങളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇപ്പം നിങ്ങൾക്കൊരു പുഷ് വന്നു, നിങ്ങൾക്കൊരു പഞ്ച് വന്നു, നിങ്ങളുടെ ബോഡി സ്റ്റേബിളാണ്. ഇപ്പം എനിക്കിവിടെ ഒരു പുഷ് വന്നാൽ, ഇപ്പം ഞാൻ സിംഗിൾ ലൈനിലാണ് എൻ്റെ കാല് വെക്കുന്നതെങ്കിൽ ഞാൻ വീഴും. അതുപോലെ ഒരു സൈഡിൽ നിന്ന് എനിക്ക് ഹിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വീഴും. അതുകൊണ്ട് നമുക്കൊരു സെൻറ്ററിലൂടെ, അതായത് ഞാൻ വെച്ചിരിക്കുന്ന കാലിൻ്റെ ഇടയിൽ കൂടെ നമുക്കൊരു ലൈൻ, ഒരു ഇമാജിനറി ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് കടന്നു പോകണം. അതായിരിക്കും നമ്മുടെ സ്റ്റേബിൾ, അല്ലെങ്കിൽ ഒരു നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടുന്ന ഒരു പൊസിഷൻ. ആൻഡ് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു, ഇവിടെ ഞാൻ എൻ്റെ ലെഫ്റ്റ് ലെഗാണ് ഫോർവേഡ്. ഈ നിൽക്കുന്ന സ്റ്റാൻസിലേക്ക് പറയുന്ന പേരാണ് ഓർത്തഡോക്സ്. ഇപ്പം ഇതിന് പകരം ഞാൻ റൈറ്റ് ലെഗ്, ഇതാണ് ഞാൻ ഫോർവേഡ് ചെയ്യുന്നതെങ്കിൽ ഇതിന് പറയുന്ന പേരാണ് സൗത്ത് പോ. തമ്മിലുള്ള ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. ഏതാണോ നമ്മുടെ പ്രൈമറി ഹാൻഡ്, അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ പവർ വരുന്ന ഹാൻഡ് ഏതാണോ അതായിരിക്കും നമ്മുടെ ബാക്കിൽ ഉണ്ടാവുക. അപ്പം എൻ്റെ ഞാനൊരു റൈറ്റ് ഹാൻഡ് പേഴ്സണാണ്. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ്, ഞാനൊരു റൈറ്റ് ഹാൻഡ് പേഴ്സൺ ആയതുകൊണ്ട് എൻ്റെ ലെഗ് ബാക്കിലായിരിക്കും. റൈറ്റ് ലെഗ് ബാക്കിലാണ്, ലെഫ്റ്റ് ലെഗ് ഫോർവേഡാണ്. അപ്പൊ ഇതിൽ ഈ പൊസിഷൻ എന്ന് പറയുന്ന പേര് ഓർത്തഡോക്സ്. ഇനി സ്റ്റാൻഡിങ് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കും? ഗാർഡ്. നമ്മളിവിടെ പഞ്ച് ചെയ്യുകയും വേണം, പഞ്ച് വാങ്ങാനോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാനോ നമ്മൾ പഠിക്കണം. അപ്പൊ നമ്മുടെ സെക്കൻഡ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡ്. ഗാർഡ് വെക്കുന്ന സമയത്ത് നമ്മൾ റിസ്റ്റ് എങ്ങനെ പിടിക്കണം? 1, 2, 3. തമ്പ് നിങ്ങളുടെ റിസ്റ്റിന്റെ ഔട്ട് സൈഡ് ആയിരിക്കും. ആൻഡ് നിങ്ങളുടെ റിസ്റ്റ് ഇവിടെ നിങ്ങൾ ബെൻഡ് ചെയ്യാനും പാടില്ല, സ്ട്രേറ്റ് ലൈൻ ആയിരിക്കണം. ലെഫ്റ്റ് ഹാൻഡ് നമ്മുടെ ഫേസിനോട് ചേർത്ത് വെക്കുന്ന, റൈറ്റ് ഹാൻഡും നമ്മുടെ ഫേസിനോട് ചേർത്ത് വെക്കുന്ന. എന്നാൽ സ്ലൈറ്റ്ലി നമ്മുടെ പൊസിഷൻ എന്താണ്?
ഒരു ചരിഞ്ഞിട്ടാണ്, ഒത്തിരി ചരിഞ്ഞിട്ടാണ്. അപ്പോൾ എന്തായി കുറച്ചുകൂടെ ബാക്കോട്ടായിരിക്കും നമ്മുടെ റൈറ്റ് ഹാൻഡ് പൊസിഷൻ വരുന്നത്. ഇതാണ് നമ്മുടെ ഹൈ ഗാർഡ് പൊസിഷൻ. ഇവിടെ ഗ്യാപ്പ് വെക്കരുത്, ഫേസിന്റെ ഈ സൈഡിൽ ഗ്യാപ്പ് വെക്കരുത്. നിങ്ങൾ പഞ്ച് വരുന്ന സമയത്ത് ഫേസിലേക്ക് ഹാൻഡ്സ് വന്നിരിക്കും, അതുകൊണ്ട് ഫേസിനോട് ചേർത്ത് വെക്കണം. നിങ്ങളുടെ കൈമുട്ട് മാക്സിമം അടുപ്പിച്ച് വെക്കാൻ ശ്രമിക്കുക. കൂടാതെ ഈ ഒരു റീജിയൻ ഇവിടെ നിന്ന് ബോഡീനെ സ്ലൈറ്റ്ലി ടക്കിൻ ചെയ്യാം. ബോഡി റിലാക്സ്ഡ് ആയിരിക്കണം, മസിൽ പിടിച്ച് നിൽക്കരുത്. ഒന്ന് ടക്കിൻ ചെയ്ത് മസിൽ ലൂസാക്കി വെക്കുക. ഇതാണ് നമ്മുടെ ഹൈ ഗാർഡ് പൊസിഷൻ. നമ്മൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പഞ്ചിനല്ല, ഗാർഡിനാണ്. ഇതിൽ നമുക്ക് എന്താണ്, നമ്മുടെ കിഡ്നി, ലിവർ രണ്ടും നമുക്ക് ഗാർഡ് ചെയ്യാം. അതേപോലെ ഫേസും ഗാർഡ് ചെയ്യാം. നമ്മളൊന്ന് ടക്കിൻ ചെയ്യുന്നതോടെ നമ്മുടെ ഷോൾഡർ ബെൽറ്റ് അപ്പാവും, ഫേസിനും ഇത് കവർ ചെയ്യും. ഇതാണ് നമ്മുടെ ഹൈ ഗാർഡ് പൊസിഷൻ. ബോക്സിംഗിൽ പറയുന്ന സമയത്ത് 6 പഞ്ചാണ് പറയാം: ജാബ്, ക്രോസ്, ഹുക്ക്, റിയർ ഹുക്ക്, അപ്പർ കട്ട്, റിയർ അപ്പർ കട്ട്. ഇനി നമ്മളെ ഫസ്റ്റ് പഞ്ച് 1 എന്ന പഞ്ച്, ജാബിനെ പറയുന്ന മറ്റൊരു പേരാണ് 1. ഓരോ പഞ്ചിനും നമ്മൾ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. പാഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ആ നമ്പേഴ്സ് ആയിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്ന കോഴ്സ് പറയാം, എങ്കിലേ നിങ്ങൾക്ക് വേഗത കിട്ടുള്ളൂ. നിങ്ങൾ പഞ്ച് ചെയ്ത് പഠിക്കുന്ന സമയത്ത് 1 നിങ്ങൾ പറഞ്ഞ് പഠിക്കുക, എങ്കിലേ നിങ്ങൾക്ക് അത് മസിൽ മെമ്മറിയിലേക്ക് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ബേസ് മൂവ്മെന്റ് പഠിച്ച് ഒരു സെൻട്രൽ പോയി ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ അത് ഫാസ്റ്റായിട്ട് അവരെ കൂടെ പാഡ് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മസിൽ മെമ്മറീസ് ആ പഞ്ചിന്റെ നമ്പേഴ്സ് കയറിയിരിക്കണം. സർ ശരി, നമുക്ക് എങ്ങനെ ജാബ് ചെയ്യാം, അല്ലെങ്കിൽ 1 എന്ന പഞ്ച് എങ്ങനെ ചെയ്യാം? ഞാൻ ഗാർഡ് പൊസിഷനിൽ നിൽക്കുന്നു. ഇതില് എൻ്റെ നോസ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഫേസ് ലെവൽ നമ്മൾ പഞ്ച് ചെയ്യുക ഒപ്പോണന്റിന്റെ ഫേസിലേക്കായിരിക്കും മെയിൻലി ഫോക്കസ് ചെയ്യുക, ഫേസ്. അപ്പൊ അതിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ ആ ലൈനിന് പാരലാക്കി കൈ ഞാൻ പഞ്ച് ചെയ്യുന്നു. തിരിച്ചതേപോലെ വരുന്നു. 1 more time. Again. ഇതില് എൻ്റെ റിസ്റ്റിനെ ഞാൻ ടിൽറ്റ് ചെയ്യുന്നുണ്ട്. കുത്തനെ പിടിച്ചിരിക്കുന്ന എൻ്റെ റിസ്റ്റിനെ ഞാൻ പഞ്ച് വരുന്ന സമയത്ത് ഞാൻ ടിൽറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഗ്ലൗ ഇടുന്ന സമയത്ത് ചില ആൾക്കാർ ചോദിക്കും ഗാർഡ് ഇങ്ങനെയല്ല വെക്കുന്നത്. നിങ്ങൾ ഗ്ലൗ ഇടുന്ന സമയത്ത് ഗ്ലൗ വളരെ വലുതാണ്, നമ്മളെ കൈപ്പത്തി വളരെ വലുതാണ്. അപ്പൊ നിങ്ങൾക്ക് കണ്ണ് കാണില്ല എങ്ങനെയാണ് ഗാർഡ് വെക്കണമെങ്കിൽ. അപ്പൊ നമ്മുടെ ഗാർഡ് എപ്പോഴും ഒരു വി ഷേപ്പ് ആയിരിക്കും. ഇനി പഞ്ച്, ഈ പഞ്ചില് ഞാൻ എൻ്റെ ഹിപ്പോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തില്ല. നോർമൽ സ്റ്റാൻഡിങ്ങിൽ ചുമ്മാ കൈ നീട്ടുക. ഇങ്ങനെ നീട്ടുന്ന സമയത്ത് നമ്മുടെ റീച്ച് വളരെ കുറവായിരിക്കും. നമുക്ക് എനിമിയിലേക്ക് നമ്മൾ പഞ്ചെത്തണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലോവർ ഹിപ്പിനൊന്ന് ടിൽറ്റ് ചെയ്തിട്ട് മാക്സിമം റീച്ചിൽ പഞ്ച് ചെയ്യാം. മാക്സിമം റീച്ചിൽ നമുക്ക് എന്ത് ചെയ്യണം? പഞ്ച് ചെയ്യണം. അതാണ് കറക്റ്റ് പഞ്ച്. ബ്രീത്ത് ഔട്ട് ചെയ്യണം പഞ്ച് ചെയ്യുന്ന സമയത്ത്, എങ്കിലേ നമ്മളെ കോറ് ടൈറ്റ് ആവുള്ളൂ. നമ്മളെ എനർജീനെ നമ്മളെ, അതായത് 2 ലെഗിൽ നിന്നും കൈനറ്റിക് എനർജി, നമ്മൾ സ്റ്റാൻഡിങ് നിൽക്കുന്ന സമയത്ത് വരുന്ന ആ കൈനറ്റിക് എനർജീനെ നമ്മൾ ഹാൻഡിലേക്ക് ഡെലിവർ ചെയ്യുകയാണ്. അപ്പോൾ അതിനെ ഡെലിവർ ചെയ്യണമെങ്കിൽ, അത് വൃത്തിക്ക് ഡെലിവർ ചെയ്യണമെങ്കിൽ ബ്രീത്ത് ഔട്ട് ചെയ്യണം. കൂടാതെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തെന്ന് വെച്ചാൽ, ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഹിറ്റ് വന്നാൽ അത് നിങ്ങളെ ആപ്സ് മസിൽ താങ്ങും. നിങ്ങളുടെ ഫുൾ ബോഡി സ്റ്റിഫായി നിൽക്കണമെങ്കിൽ എന്താവണം? ആപ്സ് ടൈറ്റ് ആയിരിക്കണം. അതിന് നിങ്ങളുടെ ബോഡിയിലുള്ള എയറിനെ നിങ്ങൾ കളയണം. ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് വേണം പഞ്ച് ചെയ്യാൻ. ശരി, അപ്പം നമ്മൾ ജാബ് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങളുടെ ജോലി എന്തെന്ന് വെച്ചാൽ ഈ ജാബിനെ വൃത്തിക്ക് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്.
അപ്പം നിങ്ങളുടെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ജാബ് എന്ന പഞ്ചാണ്. ഈ പഞ്ച് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യണം. ഹിപ്പിനെ സ്ലൈറ്റ്ലി ടിൽറ്റ് ചെയ്ത് മാക്സിമം റീച്ച് തരണം. ഫേസ് ലെവലിലായിരിക്കണം നിങ്ങൾ ഹിറ്റ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പം അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ജാബ്, അതായത് ഫുട് വർക്കിൻ്റെ കൂടെ ജാബ് എങ്ങനെ ചെയ്യാം, നമ്മളെങ്ങനെ ഒരു ജമ്പ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ജാബ് ചെയ്യാം എന്ന കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അതായത് ഫോർവേഡ് ബാക്ക്വേർഡ് മൂവ്മെൻറ്റിൽ ജാബ് എന്ന പഞ്ച് വരാം. ഇതിൽ പഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം വളരെ സ്ലോ ആയിട്ട് ചെയ്ത് പഠിക്കുക. അതായത് മൂവ്മെൻറ്റ് പോകുന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ചില ആൾക്കാരെ പഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ വൈഡായിട്ടല്ല പോകും. അപ്പോൾ അതൊന്നും ചെയ്യാണ്ട് ഫേസിനൊരു ഇമാജിനറി ലൈൻ വരച്ച് ആ ലൈൻ സ്ട്രൈറ്റ് ആക്കി പോകുന്ന രീതിയിൽ പഞ്ച് ചെയ്യുക. എന്നിട്ട് അത് പിന്നീട് ഫാസ്റ്റ് ആക്കുക. പിന്നെ മസിൽസ് ടൈറ്റ് ചെയ്തിട്ടല്ല നമ്മൾ പഞ്ച് ചെയ്യുക. നമ്മളെ റിസ്റ്റ് മാത്രമാണ് നമ്മുടെ പഞ്ചിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ടൈറ്റ് ആവുക. ബാക്കി എല്ലാ മസിൽസും വളരെ ലൂസാണ്. ഹെവി ലോഡിൽ പഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസിൽസ് എന്തായിരിക്കും, ടൈറ്റ് ആയിരിക്കും. പക്ഷെ അല്ലാത്ത പക്ഷം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാ മസിൽ ഗ്രൂപ്പും വളരെ റിലാക്സ് ചെയ്ത് വയ്ക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഷോൾഡർ പെയിനും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് വരും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പഞ്ച് ചെയ്യാൻ പറ്റുമ്പോഴേ അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.